BSA ഗോൾഡ് സ്റ്റാർ. നമ്മളൊരു പുതിയ തലമുറയ്ക്ക് ഈ പേര് കേട്ട് വലിയ പരിചയം കാണത്തില്ല. നമുക്ക് ആപ്പാ അറിയാവുന്നതെന്ന് വെച്ചാൽ BSAയുടെ സൈക്കിൾസ് ഒക്കെയാണ്. എന്നാൽ BSA എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കമ്പനിയാണ്. അതായത് മോട്ടോർ സൈക്കിൾ കമ്പനികളിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് ഒരു കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ പ്രീ വാർ ഏവയിലൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ നമ്പർ 1 ആയിട്ട് നിന്നൊരു കമ്പനിയാണ് BSA. അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ ഒരു 100 കിലോമീറ്റർ മേളിൽ ഒരു ട്രാക്ക് ഡേയിൽ കയറി, നമ്മൾ ലേമാൻസ് പോലത്തെ ഒരു മത്സരത്തിൽ ഒരു ട്രാക്ക് ഡേയിൽ 100 കിലോമീറ്റർ മേളിൽ സ്പീഡ് കയറിയ ഒരു ബൈക്കിന് കൊടുക്കുന്ന ഒരു എന്തുകൊണ്ടാ ട്രോഫി അല്ലെങ്കിൽ പേരാണ് ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്നത്. അങ്ങനെ അവരൊരു ഈ ഗോൾഡ് സ്റ്റാർ, ഒറിജിനൽ ഗോൾഡ് സ്റ്റാറിന്റെ എഞ്ചിൻ 100 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിനേക്കാൾ മേളിൽ കയറുന്നതുകൊണ്ട് അങ്ങനെ കിട്ടിയ പേരാണ് ഗോൾഡ് സ്റ്റാർ എന്നുള്ളത്. അതാണ് എന്റെ ചരിത്രം. എന്തായാലും BSA കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കമ്പനി ഭയങ്കരമായിട്ട് സെറ്റപ്പായിട്ട് നിന്നുകൊണ്ടിരുന്ന കമ്പനിയാണ്. പക്ഷെ ജാപ്പനീസ് കമ്പനികളെ കടന്നുകയറ്റവും പിന്നെ ഈ ബ്രിട്ടീഷ് കമ്പനികളെ പൊതുവെയുള്ള ടെക്നോളജി യൂസ് ചെയ്യാനുള്ള അവരുടെ ഒരു പ്രയാസമൊക്കെ കാരണം, ബുദ്ധിമുട്ടൊക്കെ കാരണം അവരെപ്പോഴും പഴമ പിടിച്ചാണ് നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നിന്ന് ലാസ്റ്റ് ഇലക്ട്രിക് ബിഗ് സിലിണ്ടേഴ്സ് ഒക്കെ സെൽഫ് സ്റ്റാർട്ടിലോട്ട് വന്നു. ഹോണ്ട, യമഹയൊക്കെ സെൽഫ് സ്റ്റാർട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവര് അപ്പോഴും കിറ്റിൽ തന്നെ പിടിച്ചു നിന്നു. അങ്ങനെയാണ് ഈ കമ്പനി മൊത്തത്തിൽ നാമാവശേഷമായി പോയെന്ന് തന്നെ പറയാം. പിന്നെ മാനേജ്മെന്റ് ഇഷ്യൂസ്, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പിന്നെയും ഈ BSAയുടെ ടേസ്റ്റ് രുചിക്കാനായിട്ടൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ക്ലാസിക് ലെജൻസിലൂടെ. അങ്ങനെയാണ് ക്ലാസിക് ലെജൻസ് ഇപ്പം BSAയുടെ ഏറ്റവും നല്ലൊരു ബൈക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗോൾഡ് സ്റ്റാറിലോട്ട് വന്നിരിക്കുന്നത്. ഈ ഗോൾഡ് സ്റ്റാറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പഴയ ഗോൾഡ് സ്റ്റാർ എങ്ങനെ ഇരുന്നോ അതിന്റെ എല്ലാ സിഹോറ്റും എല്ലാം ഫുള്ള് ഫിലോസഫി, ആ ഡിസൈൻ ഫിലോസഫി അതേ ഉൾക്കൊള്ളിച്ച് ആ ഒരു കമ്പനി ഇപ്പം നിലവിലുണ്ടായിരുന്നെങ്കിൽ അവർ എങ്ങനെ ഒരു ബൈക്ക് മോഡേൺ റെട്രോ ക്ലാസിക് ആയിട്ട് ഉണ്ടാക്കും അതേ രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഒരു സംശയമില്ല. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ പാനൽസും എല്ലാം ഓൾമോസ്റ്റ് റീഡിസൈൻ ചെയ്തേക്കുന്ന ആ ക്ലാസിക് തീമിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. എന്തായാലും നമുക്കിനി BSAയുടെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കും. BSA ഗോൾഡ് സ്റ്റാറിന്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കും. എഞ്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്കാർക്ക് പണ്ടത്തെ ആൾക്കാർക്ക് പരിചിതമായിട്ടുള്ള ഒരു മോഡലാണ് BMW 650. പണ്ട് 650 എന്ന് പറയുന്ന മോഡല്. ഇതിനകത്ത് 652cc സിംഗിൾ സിലിണ്ടർ തന്നെയാണ്. ഈ സിംഗിൾ സിലിണ്ടർ റോട്ടെക്സ് ഓസ്ട്രിയൻ കമ്പനി ആണ് ഉണ്ടാക്കി. നമ്മുടെ KTM ഓസ്ട്രിയനാണ്, റോട്ടെക്സ് ഓസ്ട്രിയൻ കമ്പനിയാണ്. ഇവരെല്ലാം ഓസ്ട്രിയക്കാർക്ക് എന്തോ സിംഗിൾ സിലിണ്ടറോട് എന്തോ പ്രത്യേക താല്പര്യം വരും. സോ ആ എഞ്ചിനാണ് ഇരിക്കുന്നത്. ഈ എഞ്ചിൻ 45 bhp പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ കമ്പഷൻ റേഷ്യോ നമ്മൾ KTMന്റെ എഞ്ചിനുമായിട്ടൊന്നും താരതമ്യപ്പെടുത്താനില്ല. വെറും 11 കമ്പഷൻ റേഷ്യോ ഉള്ളു. സോ ഇറ്റ് ഈസ് ലിൽ കംപ്രസ്ഡ് എഞ്ചിൻ. പിന്നെ ഇതിനകത്ത് പ്രത്യേകം വെച്ചാൽ ഈ എഞ്ചിന് 5 സ്പീഡ് ഗിയർ ബോക്സേ ഉള്ളൂ. അതൊക്കെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇതൊരു 1990 എഞ്ചിന്റെ ബേസ് അവർ ന്യൂ ജനറേഷനിൽ അവർ ട്വീക്ക് ചെയ്ത ഒരു മോഡലാണ്. ഒരു എഞ്ചിനാണ്. ലിക്വിഡ് കൂളിംഗും അങ്ങനെ ഫ്യൂൽ ഇഞ്ചക്ഷൻ അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് റോട്ടെക്സ് കമ്പനി റീഡിസൈൻ ചെയ്ത ഒരു എഞ്ചിനാണ്. സോ എഞ്ചിൻ റിലയബിൾ ആയിരിക്കുന്ന കാര്യത്തിൽ വലിയ ഡൗട്ടൊന്നുമില്ല. എന്തായാലും നമുക്കിനി ഇതിന്റെ മെയിൻ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ ക്ലാസിക് REയുടെ ഇന്റർസെപ്റ്റർ ആണ്. ഇന്റർസെപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്കും പാരലൽ ട്വിൻ എഞ്ചിനും സിംഗിൾ സിലിണ്ടർ എഞ്ചിനും. സിംഗിൾ സിലിണ്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായമാണ്, നമുക്കൊരു 110-120 കിലോമീറ്റർ മേലും സ്പീഡ് കയറ്റാനുള്ള വകുപ്പ് ഇപ്പോഴും നമ്മുടെ നാട്ടിലില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ടോപ്പ് സ്പീഡ് 200-300 ഒക്കെ പിള്ളേർ കയറ്റി കാണിക്കുന്നുണ്ട്. പല ബൈക്കിൽ 200 ഒക്കെ കയറുന്നുണ്ട്. പക്ഷെ അത്ര ഒന്ന് ടോപ്പ് സ്പീഡ് കയറ്റാനുള്ള സേഫ്റ്റി നമ്മുടെ നാട്ടിലില്ല. ആൾക്കാർക്കൊന്നും ട്രാഫിക് നിയമങ്ങൾ അറിയത്തില്ല, ഒന്നുമില്ല. സോ ഒരു 110 നമുക്കൊരു മെയിൻ ക്രൂയിസിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ആ ഒരു 110-115 നമുക്ക് ഫുൾ ആ വണ്ടിക്കുള്ള പവർ ഫുള്ള് കിട്ടുവാണെങ്കിൽ നല്ലത്. ആ 110-120 നമുക്ക് ഫുള്ള് ആ ബൈക്കിന്റെ ടോർക്കും പവറും ഒക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അതാണ് ഈ ബൈക്കിന്റെ പ്രത്യേകത. ഇത് സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് ഫ്രം ദ ടൈം അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ തൊട്ട് ഒരു സ്പെസിഫിക് RPM തൊട്ട് ഈ വണ്ടിക്ക് പവർ കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് ലോ എൻഡ് ടോർക്കും പവറും കൂടുതലായിരിക്കും സാരം. ഇതൊരിക്കലും നമുക്കൊരു പാരലൽ ട്വിനിൽ പറയാൻ പറ്റില്ല. കാരണം പാരലൽ ട്വിൻ ഒരു സ്പെസിഫിക് RPM കഴിയുമ്പോഴാണ് വണ്ടിയുടെ പവറും ക്യാരക്ടറും ഒക്കെ നമുക്ക് കിട്ടുന്നത്. കാരണം അങ്ങനെയാണ് ആ എഞ്ചിൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. പാരലൽ ട്വിൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള റോഡ്സ് ഒക്കെ ഉള്ള രാജ്യങ്ങളിലാണ് ആവശ്യം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിന്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സോ റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്ററിനേക്കാളും ബെറ്റർന്ന് എനിക്ക് ഓടിച്ചു നോക്കാൻ പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്കൊരു സ്പീഡ് ക്രേവിങ്സ് ഇല്ലാത്ത ഒരാളാണ്, നിങ്ങൾ സേഫ്റ്റി നോക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ BSAയുടെ ബൈക്കായിരിക്കും, ഗോൾഡ് സ്റ്റാർ ആയിരിക്കും. എന്തായാലും വന്നിട്ട് വേണം ഓടിച്ചു നോക്കാൻ. I am also thrilled with this legend, BSA Gold Star.